ഫ്രണ്ട്ഷിപ്പ് അത്യാവശ്യം കാര്യമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ലൈഫിൽ വന്നിട്ടുള്ള ഒരാൾ, എല്ലാവരുടെയും ലൈഫിലേക്ക് അങ്ങനെ ഒരാൾ വരും. ആ ഒരു ഫ്രണ്ട് ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്നായിരിക്കും. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത് അറിയാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. 2 തവണ നോ പറഞ്ഞാൽ മതി. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പാണ്. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ളിടത്ത് അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. എൻ്റെ പാർട്ട്ണർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, അവൾക്ക് അവളുടെ എല്ലാ കാര്യത്തിനും എൻ്റെ ഒരു സജഷൻ, ഗൈഡൻസ് ആവശ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാകുന്നില്ല. എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഞാൻ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം നല്ലൊരു കാര്യമാണ്. ലൈഫിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും സിമ്പിളായി ഓവർകം ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യാറുള്ള ആളല്ല. എനിക്ക് ഫ്രണ്ട്ഷിപ്പിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് ഓപ്പണായിട്ട് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, റിലേഷൻഷിപ്പ്, ബ്രേക്കപ്പ്, അതിനെ തുടർന്നുള്ള ഡിപ്രഷൻ, ആൻസൈറ്റി എന്നീ വിഷയങ്ങളെല്ലാം നമ്മൾ ദിവസവും ചർച്ച ചെയ്യുന്നതും കാണുന്നതുമായ ഒരു വിഷയം തന്നെയാണ്. ഫാമിലി റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, പ്രണയം, അങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ പല തലങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്? വെൽക്കം ടു ടോക്കറ്റീവ് കോർണർ. ഞാൻ ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻറ്റൻസിറ്റിയോടുകൂടി കണ്ടിരിക്കാറുണ്ട്. എസ്പെഷ്യലി ഒരു ഫ്രണ്ട്ഷിപ്പ് ഓറിയൻറ്റഡ് ആയിക്കോട്ടെ, ഒരു ലവ് റിലേറ്റഡ് മൂവീസ് ആയിക്കോട്ടെ, ഭയങ്കര ഇൻറ്റൻസിറ്റി അതിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സത്യത്തിൽ ആ ഇൻറ്റൻസിറ്റി നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ബിൽഡപ്പ് ആവുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ അത്ര ഇൻവോൾവ് ആവാൻ കാരണം അത് നമ്മളുമായിട്ട് എന്തോ എവിടെയോ അത് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിൽ ക്യാരക്ടറുമായിട്ടും നമ്മളാണെന്നൊരു തോന്നൽ വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ചില പ്രണയമായാലും സൗഹൃദമായാലും, ഇപ്പോൾ 96 എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടില്ലേ? അത് പലപ്പോഴും ഒരുപാട് പേർക്ക് ഭയങ്കര ഫീൽ ചെയ്തൊരു കാര്യമാണ്. സോ ആ പ്രണയം നമ്മുടെ ഉള്ളിലും ഉണ്ടെങ്കിൽ, അതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയുണ്ട്. ക്ലാസ്മേറ്റ്സ് കാണുന്ന സമയത്ത് അത് നമുക്ക് പല ആൾക്കാരുടെയും ഫേവറേറ്റ് മൂവിയാണ്. ഈവൻ കേരളത്തിൽ ഈ ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരുന്നത് പോലും ആഫ്റ്റർ ക്ലാസ്മേറ്റ്സ് ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് ടുഗദർ എന്താണ്, കോളേജിന്റെ വൈബ് എന്താണ്, ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക്, അത് എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ആ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ആ സിനിമ അത്രയും, അത് ഇപ്പോഴും ടി വിയിൽ റിപ്പീറ്റ് അടിച്ചു വരുന്ന സമയത്തും വളരെ ആഗ്രഹത്തോടു കൂടി താല്പര്യത്തോടു കൂടി കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇതേപോലെ മറ്റൊരു കോളേജ് മൂവിയാണ് ഹാപ്പി ഡേയ്സ്. ഹാപ്പി ഡേയ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവി മൊത്തം കാണേണ്ട ആവശ്യമില്ല. ശരിക്കും മനസ്സിന് മറയില്ല എന്നുള്ള ആ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്കതൊരു ഫീൽ, ഒരു വൈബ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രമേൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കുന്ന, ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും. അതുപോലെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, അതുപോലെ തന്മാത്ര, ആ മൂവിയൊക്കെ വളരെ താല്പര്യത്തോടു കൂടി കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഫാമിലിക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം. അതുപോലെ സൂര്യയുടെ വാരണമായിരം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൻ്റെ അകത്ത് ആ ഒരു മൂവിയിലെ അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അച്ഛൻ മകൻ ആ ഒരു റിലേഷൻഷിപ്പ് അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ ലൈഫുമായിട്ട് കണക്ട് ആയെങ്കിൽ മാത്രമേ അവർക്കത് എന്താണ് മൂവി പറഞ്ഞു വെക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓരോ സിനിമ എങ്ങനെയാണ്, സിനിമ എല്ലാവർക്കും വ്യത്യസ്തമാണ്. അവർക്ക് ആ ഫീല് കിട്ടണമെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ആ സിനിമയിൽ ഉണ്ടാവണം. അപ്പം അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, പ്രണയമാവാം, ഈവൻ ഈ പറയുന്ന പോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവാം. അത് ആ സിനിമ കണക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും സംഭവം അതിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ കണക്ട് ആവൂ. പക്ഷെ ഈ പറയുന്ന പോലെ ഹാപ്പി ഫ്രണ്ട്സ് എന്ന് പറയുന്ന മൂവിയൊക്കെ റിലീസ് ആവുന്ന ടൈമിൽ ഞാൻ വളരെ ചെറിയ പ്രായമാണ് എനിക്ക്, ഹാപ്പി ഡേയ്സ്. പക്ഷെ ഇപ്പോഴും അന്നും ആ സിനിമ കാണുമ്പോൾ എനിക്ക് അത്ര ഫ്രണ്ട്സ് ഗ്യാങ് ആവാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു മൂവി അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ അത്ര ഒരു ഇമ്പാക്റ്റ് അതിന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, അല്ലെങ്കിൽ അത് വേണം എന്ന് നിർബന്ധമില്ലല്ലോ. എനിക്കതൊക്കെ ആവുന്നതിന് മുന്നെയാണ് തോന്നി തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വരുന്നത് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു വൈബിലേക്കാണല്ലോ വരുന്നേ. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസൻ സാറ്
എഴുതിയ സന്ദേശം എന്ന് പറയുന്ന മൂവി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെക്കുന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയം എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം. അതേ കാര്യമല്ലേ ഇന്ന് നടക്കുന്നത്. അപ്പം ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അന്ന് ആ മൂവിയിൽ അങ്ങനെ ഒരു പാട്ട് ആ വരികൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് എല്ലാ ആൾക്കാരും ലൈഫിൽ ഏകദേശം ഈ പാത്തുകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും ആ വൈബിലേക്ക് നമ്മൾ വരുമ്പം നമുക്ക് സിങ്ക് ആവുന്ന എവിടെയാണോ അവിടെ ആ വൈബ് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ അതിനകത്ത് ഇഴുകിച്ചേരുന്നു എന്ന് പറയാം. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടെ, ഇപ്പൊ നമ്മുടെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ നേരത്തെ അതുല് പറഞ്ഞ പോലെ എനിക്കും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ കൊള്ളാം, എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായാൽ കൊള്ളാം, നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അതേപോലുള്ള ആഗ്രഹങ്ങൾ സിനിമയിൽ കാണുമ്പോൾ അതും ഇതേപോലെ തന്നെയുള്ള ഞാനും വിചാരിച്ചിരുന്ന ഇങ്ങനെയുള്ള ഒരു അമ്മ, ഇങ്ങനെയുള്ള അച്ഛൻ, ഇങ്ങനെയൊരു ചേട്ടൻ, ഇങ്ങനെയുള്ള ഫ്രണ്ട്, എനിക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെയുള്ള ഒരു സംഭവം സ്ക്രീനിൽ കാണുമ്പോൾ അതും നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പം പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് നിറം. നിറം എന്ന മൂവി നമുക്ക് അത്രയൊരു ഫേവറേറ്റ് ആയി മാറണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഫ്രണ്ടിൽ അതേപോലെ ഒരു ബെസ്റ്റ് പേഴ്സൺ ഉണ്ടാകണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ആ മൂവി കണക്ട് ആവുള്ളൂ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വരും. അതായത് എല്ലാ മൂവിയും പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ കണക്ട് ആവണമെന്നില്ല. ബട്ട് നമ്മളുമായിട്ട് ആ ഒരു മൂവിക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മളോട് ഇഴുകിച്ചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളും ആ മൂവിയായിട്ട് ഇഴുകിച്ചേരും. ശരിക്കും ലൈക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും ഒരു കോർണറിൽ നമ്മളും അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കണം, ലൈക്ക് അതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അപ്പോഴായിരിക്കും നമുക്കത് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. സോ അങ്ങനെ നോക്കുമ്പം നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്, എപ്പോഴും സന്തോഷം, നല്ല വൈബൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പം ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഒരേ ക്യാരക്ടർ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ക്യാരക്ടർ ഉള്ളവരായിരിക്കാം, ഈ വേവ് ലെങ്ത് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ എത്ര ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അതിലിടയ്ക്ക് ഈ ഫ്രിക്ഷൻസ് സംഭവിക്കും. നമുക്ക് മനസ്സിലാവുന്ന ഒരു ആൾക്കാരാണെങ്കിൽ പോലും, നമ്മളെല്ലാം സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു ഫ്രിക്ഷൻ സംഭവിക്കാറുണ്ട്. എന്താണ് ഈ ഫ്രിക്ഷൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്? എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ്റെ കുറവായിരിക്കുമോ? ഒരു റിലേഷൻഷിപ്പിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അവരുടെ ക്യാരക്ടർ രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്കിടയിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരും ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരും. അപ്പം ഈ പറയുന്ന ക്യാരക്ടർ കൊണ്ട് രണ്ട് തലത്തിലുള്ള ആൾക്കാർ ഒരുമിച്ചൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, അത് പ്രണയമായിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഹസ്ബൻഡും വൈഫും ആയിക്കോട്ടെ, ഇവർ ഒരാൾ ഇൻഡിപെൻഡൻറ്റും ഒരാൾ ഡിപ്പെൻഡൻറ്റും ആണെങ്കിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാര്യം ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊരു ഫ്രീഡത്തിൽ പോകാനാണ് എപ്പോഴും ഇഷ്ടം. എപ്പോഴും ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാനോ, അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ, അല്ലെങ്കിൽ നിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഒരു റൊമാൻറ്റിക് വൈബിലേക്ക് വരാനോ ഒന്നും അവർക്കൊരു ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോകാനായിരിക്കും എപ്പോഴും ഇഷ്ടം. പക്ഷേ ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരോ എപ്പോഴും ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർ ഈ റിലേഷൻഷിപ്പിലുള്ള മറ്റേ ആളുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അവർക്ക് അയാളോട് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല, മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല, ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഇയാളുടെ സജഷൻ വേണം, എന്ത് കാര്യം ചോദിച്ചേ ചെയ്യുള്ളൂ. അപ്പം ഇതേ ഒരു പൊസസീവ്നെസ് അയാളിൽ നിന്നും അനുഭവിക്കാൻ വേണ്ടി ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഒരു ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവർക്ക് എപ്പോഴും ഫോണിൽ വിളിച്ച് സംസാരിക്കണമെന്നൊന്നുമില്ല. അവർക്ക് എവിടെയോ ഉണ്ട്, ജോലിക്ക് പോയിരിക്കുകയാണ്, വരുമ്പം വരും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നീ ഓക്കെ ആണോ, ഇപ്പോൾ ഒരു പനിയൊക്കെ ആയിട്ടാണ് പോയേക്കുന്നത്. ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 10 തവണ വിളിച്ച് പനി കുറഞ്ഞോ, എന്തായി, ഡോക്ടറെ കാണണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഓപ്പോസിറ്റ് ഉള്ളത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അതൊരു ഇറിറ്റേഷൻ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പം ക്യാരക്ടർ കൊണ്ട് ഇവർ രണ്ട് തലത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം, റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് അവിടെ കാണുന്ന ഓരോ ചെറിയ പോയിന്റ്സും വിളിച്ച് തൻ്റെ പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇതിലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന സാധനം കണ്ടു, അതായത് മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒരു മടുപ്പുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവർ രണ്ടുപേരും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരത് പരസ്പരം എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു വിഷയമല്ല. അവർ വിളിച്ച് സംസാരിച്ചില്ലെങ്കിലും എവിടെയെങ്കിലും പോയതാണ്, ഒരു ട്രിപ്പ് പോയതാണ്, പോയി കുറച്ച് കഴിയുമ്പോൾ ലേറ്റ് ആവും, ട്രിപ്പ് പോയതാണല്ലോ, നമ്മൾ ഇടയ്ക്ക് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ, ആ ഒരു മൈൻഡിലായിരിക്കും അവർ രണ്ടുപേരും അത് വെച്ച് ഓക്കെയാണ്. പക്ഷേ റിലേഷൻഷിപ്പിൽ ഒരാൾ ഡിപ്പെൻഡൻറ്റും ഒരാൾ ഇൻഡിപെൻഡൻറ്റും ആണെങ്കിൽ വിളിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും സജഷൻ കൊടുത്തില്ലെങ്കിലും അനുവാദം ചോദിച്ചില്ലെങ്കിലും ഒക്കെ വിഷയമാവും. പക്ഷെ അത്
മോർ ദാൻ ദാറ്റ് ഇൻഡിപെൻഡന്റും ഡിപ്പെൻഡന്റും ആയിട്ടുള്ളവരൊക്കെ റിലേഷൻഷിപ്പിലുണ്ടല്ലോ. അപ്പോൾ ഇതൊരു തരം അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, റൈറ്റ്? ഒരാള് ഡിപ്പെൻഡഡ് ആണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവില്ലേ? ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അതായത് അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതാണോ ഈ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളത്? തീർച്ചയായിട്ടും. അതായത് എൻ്റെ പാർട്ട്ണർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്, അവൾക്ക് അവളുടെ എല്ലാ കാര്യത്തിനും എൻ്റെ ഒരു സജഷൻ ഗൈഡൻസ് ആവശ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് വീട്ടിലിരിക്കുന്നയാള് എൻ്റെ പാർട്ട്ണർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല, അയാൾ ജോലിക്ക് പോയിരിക്കുകയാണ്, ജോലിയുടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ അയാൾക്ക് ഉണ്ടാവും എന്നുള്ള ഒരു മൈൻഡിലേക്ക് വീട്ടിൽ ഇരിക്കുന്ന ആളും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പരസ്പരമുള്ള ഈ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ട് എങ്കിൽ. ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തടത്താണ് പ്രശ്നം. ഈ രണ്ട് ക്യാരക്ടറിലുള്ള ആൾക്കാരാണ് എങ്കിൽ പരസ്പരമുള്ള ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനും വളരെ താമസമായിരിക്കും. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവരിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഇവർക്കിടയിലെ ആ ഒരു പ്രശ്നം വളർന്ന് ഭയങ്കരമായിട്ട് വഷളായിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. ശരിയാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏതും ആവട്ടെ, ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആവാം, ഇതിൽ ഈ ഡെപ്ത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ ഒരു സംഭവം നമ്മൾ എങ്ങനെയാണ് അത് പറയാ? റിലേഷൻഷിപ്പിൽ എന്താണ് ഡെപ്ത്? എങ്ങനെയാണ് നമുക്കതൊന്ന് മെഷർ ചെയ്യാൻ പറ്റുക? ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് അറിയാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. 2 തവണ നോ പറഞ്ഞാൽ മതി. ഓക്കെ, മനസ്സിലാക്കാൻ. അതെ, 2 തവണ നോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യൂസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ പയ്യെ ഒന്നെങ്കിലും അങ്ങ് ഒഴിവാക്കിയിട്ട് ഇനി ഇവനെ കൊണ്ട് എനിക്ക് വലിയ യൂസ് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സോ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് അറിയാൻ വേണ്ടിയിട്ട് 2 നോ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടെ പല റിലേഷൻഷിപ്പും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു റിലേഷൻഷിപ്പ് പോകണമെങ്കിൽ അവിടെ ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഇവരെ തമ്മിൽ സിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവണം. തമ്മിൽ ചേരേണ്ടതേ ചേരുള്ളൂ എന്ന് പറയൂലേ, അതുപോലെ ഇവരെ തമ്മിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ആ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ശരിയാണ്. അപ്പം കുറച്ച് ആൾക്കാരുണ്ട്, അതായത് എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഞാൻ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ പറയുന്നത്. അത് എത്രത്തോളം നല്ലൊരു കാര്യമാണ്? ലൈക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിനെ വെക്കാറില്ല എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാര്യമാണോ, അതോ അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതാണ് നല്ലത്, അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് എനിക്ക് അധികം ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൂടി ഒന്ന് മനസ്സിലാക്കണം. കാരണം എല്ലാവരും ഒരുപോലെയല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഇൻട്രാ പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ, ഇൻട്രാ പേഴ്സണൽ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മറ്റുള്ളവർ മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് സ്വയം ഒതുങ്ങിക്കൂടാനായിരിക്കും താല്പര്യം കൂടുതൽ. മാക്സിമം 1-2 ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബന്ധുക്കളുണ്ടാവും. ഒരു ഫംഗ്ഷന് പോയാലും അവർ ഒന്ന് കണ്ടു, ബാക്കി സ്വയം ഒതുങ്ങിക്കൂടുക, പെട്ടെന്ന് തിരിച്ചു പോവുക. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അതിന് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരോട് നമ്മൾ അത് ശരിയല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം എന്ന് പറയാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ആണ്. ശരിയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഫ്രണ്ട്സ് വേണം. ലൈഫിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും സിമ്പിളായി ഓവർകം ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ വളരെ ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടെങ്കിൽ കിട്ടുന്ന ആശ്വാസം ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ മരുന്നിൻ്റെ ഫലം ചെയ്യാറുണ്ട്. അപ്പം ചില ആൾക്കാരെ, നമ്മുടെ ചില ഫ്രണ്ട്സിനെ, ഇപ്പോൾ ഞാൻ ഈ കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക്, നിങ്ങൾ ഫ്രണ്ട്സ് ഉള്ള ഒരാളാണെങ്കിൽ ചില മുഖങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. കാര്യം നമ്മൾ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് അവരെ ഒന്ന് വിളിച്ചാൽ മതി. ചിലപ്പം നമുക്കിഷ്ടമല്ലാത്ത കുറച്ച് പേരുടെ പരദൂഷണമൊക്കെ പറഞ്ഞു തന്ന് നമ്മളങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കൂളാക്കി കളയും. അതുപോലെ ചില പണ്ട് എപ്പോഴോ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ ആയിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സിനിമകളെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി അവസാനം വന്ന് നിൽക്കാൻ പോകുന്നത് വിൻ്റർ, ഫിംഗർ പ്രിൻ്റ്, അതേപോലെ ജീതു ജോസഫിൻ്റെ ആദ്യത്തെ പടം ഡിറ്റക്റ്റീവ്. ഈ പറഞ്ഞ മൂവികളിലൊക്കെ പുള്ളി വന്ന് കറക്റ്റായിട്ട് നിൽക്കുമെന്ന് എനിക്കറിയാം. കാര്യം പുള്ളി എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പോൾ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുവാണോ ഈ പറയുന്ന ഡയലോഗ്, എൻ്റെ പൊന്നടാവേ അത് കാലം തെറ്റി ഇറങ്ങിപ്പോയ പടമായിരുന്നു, ഇന്ന് ഇറങ്ങുവാണെങ്കിൽ അത് വമ്പ ഹിറ്റ് അടിച്ചേനെ. പക്ഷേ അയാളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു മുഷിച്ചിലില്ല. ഇത് എത്ര തവണ പറഞ്ഞ് കേട്ട കാര്യമാണെങ്കിലും ഞാൻ വീണ്ടും കേട്ട് ഇരിക്കും. കാര്യം എനിക്കും പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും
ഞങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. അങ്ങനെയുള്ളൊരു ഫ്രണ്ട്സ് സർക്കിൾ നമുക്ക് ഉണ്ട് എങ്കിൽ പലതരത്തിലുള്ള ഡിപ്രഷനിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും ഒക്കെ നമുക്ക് കൂളായിട്ട് പുറത്തു വരാൻ പറ്റും. അത് ശരിയാണ്. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ ഒത്തിരി ഫ്രണ്ട്സ് വേണം എന്ന് വിചാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് വ്യക്തിയും അല്ല ഞാൻ. എനിക്ക് ഭയങ്കര പ്രൈവറ്റ് സർക്കിളാണുള്ളത്. പക്ഷെ അതിലുള്ള ഫ്രണ്ട്സ് ഭയങ്കര ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ളവരായിരിക്കാം. അതിൽ ഈ പറയുന്ന പോലെ ഇപ്പം ജെക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വ്യക്തിയുണ്ട്. ഈ പറയുന്ന പോലെ എന്തൊരു ചെറിയ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴും ആ വ്യക്തിയെ വിളിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തിനാ വിഷമിച്ചിരുന്നേ എന്നുള്ള കാര്യം വരെ നമ്മൾ മറന്നുപോകും. ചിലപ്പോൾ ഈ പറയുന്ന പോലെ പണ്ട് പഠിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളായിരിക്കാം, വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഇൻസിഡൻസ്, അത് പിന്നെയും പറഞ്ഞ് കുറച്ചുകൂടെ ചിരിച്ച് ഇതൊക്കെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും പലരും അവർക്ക് കിട്ടിയിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊരു നെഗറ്റീവ് സാധനം ചിലവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ, അതുകൊണ്ട് മാത്രം ഇത് വേണ്ടാന്ന് വെച്ച് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജ് ലൈഫ് വരെ അത്യാവശ്യം ആൾക്കാരെല്ലാം തന്നെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ച് അതിന് ശേഷം ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടക്കുന്നു, ദെൻ ഒരു കുട്ടി വരുന്നു. അതിനുശേഷം ഈ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പലരും ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ അത് പൊടി തട്ടി എടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നീട് ഫ്രണ്ട്സിനെ ഡെവലപ്പ് ചെയ്യാനും പറ്റാണ്ട് വരാറുണ്ട്. കാര്യം ഈ ഫ്രണ്ട്ഷിപ്പില് ലേഡീസിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കുശുമ്പും കുറച്ച് പരദൂഷണവും കാര്യങ്ങളൊക്കെ ഇത് ഇൻബിൽഡ് ആയിട്ട് ലേഡീസിലുള്ളതാണ്. അപ്പം അതൊക്കെയാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. അതിനകത്തൊരു സ്റ്റോപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കണ്ടിന്യൂറ്റി പോയി, അവർക്കത് റീകളക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ അപ്പുറത്തെ ആൺകുട്ടികളുടെ കാര്യം, ഇവർക്ക് എത്ര നാളത്തെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലും പിന്നീട് അത് റീബിൽഡ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി എളുപ്പമാണ്. അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് തമ്മിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടർ തമ്മിലുള്ള, പുരുഷനും സ്ത്രീയും തമ്മിൽ ജനിക്കുമ്പോൾ തന്നെ അവർ തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. അപ്പം ആ ഒരു വ്യത്യാസത്തിൽ നിന്നുമാണ് ഇവരുടെ ക്യാരക്ടർ രൂപപ്പെടുന്നത്. അപ്പം പുരുഷന്മാരുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞൊരു 3 മണി കഴിഞ്ഞൊരു കോള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിക്കറ്റ് കളിക്കാൻ പോകാനുള്ള വിളിയാണ് എന്ന് പലർക്കും മനസ്സിലാവും. അത് അത്യാവശ്യം കളിയോടും കാര്യങ്ങളോടും ഒക്കെ താല്പര്യമുള്ള, ക്രിക്കറ്റ് കളിയോടും കാര്യങ്ങളോടും ഒക്കെ പാടത്തും പറമ്പിലും കളിച്ച് നടക്കുന്ന ഈ 90s കിഡ്സ് അവരുടെ ഒരു ലോകമാണ്. ഞായറാഴ്ച ഒരു 3 മണി 3:30 കഴിഞ്ഞൊരു കോള് വന്നു കഴിഞ്ഞാൽ അത് കളിക്കാൻ പോകാനുള്ള വിളിയാണെന്നുള്ളത് അറിയാം. ഇനി ഇതേ കോള് ഒരു 8 മണി 8:30 കഴിഞ്ഞാണെങ്കിൽ അത് വേറെയാണ് എന്നുള്ളത് ഇത് ഈ കോൾ എടുക്കേണ്ട ആവശ്യമില്ല, കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പം ആ ഒരു വൈബ് ആൺകുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിന് ഇച്ചിരിയുടെ ഡെപ്ത് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പം കാലക്രമേണ ഈ സാധനം നിന്ന് പോയി കഴിയുമ്പോൾ, ഫ്രണ്ട്ഷിപ്പ് നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അതൊന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുപെടുന്നത് ലേഡീസാണ്. പല ലേഡീസിനും അതിന് ഒരു മുൻകൈ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അവർ പയ്യെ സംസാരിക്കാൻ ആരുമില്ലാതെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ ഫാമിലി ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ലൈഫിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ് ആൺകുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ അപ്പോൾ അവർക്ക് ഡെപ്ത് അധികം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാലും അധികം പോസ്റ്റുകളും റീൽസൊക്കെ നോക്കി ഗേൾസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായി ഡെപ്ത് ഉള്ളൊരു സാധനമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ കുശുമ്പ് അതൊക്കെ മാറ്റി നിർത്തിയാൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പല പോസിറ്റീവ് വശങ്ങളും എൻഹാൻസ് ചെയ്യാനും നമ്മുടെ പേഴ്സണൽ വെൽബീയിങ്ങിനെ തന്നെ മാറ്റാൻ പറ്റിയ ഗേൾസ് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ? ലൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിനകത്തെ ഒരു ജെൻഡറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഫ്രണ്ട്ഷിപ്പ് അത്യാവശ്യം കാര്യമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ലൈഫിൽ വന്നിട്ടുള്ള ഒരാൾ, എല്ലാവരുടെയും ലൈഫിലേക്ക് അങ്ങനെ ഒരാൾ വരും. ചിലപ്പോൾ വന്നിട്ട് അയാൾ പോയിട്ടുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ, ചിലപ്പോൾ അയാൾ സ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം, ഇനി വരാനിരിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്നായിരിക്കും. ജനറലൈസ് ചെയ്യാൻ പറ്റും, ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്നായിരിക്കും. അത് ഇനി ലൈഫ് അങ്ങോട്ട് കിടക്കുമല്ലേ, പതിയെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്നായിരിക്കും. അവിടെ പല കാര്യങ്ങൾക്കും, അതായത് ഇപ്പം ഈ പറയുന്ന ആൺകുട്ടികളുടെ കാര്യമാണ് എങ്കിൽ പോലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഡോമിനൻ്റ് ചെയ്ത് നിൽക്കുന്നത് 2-3 പേരുണ്ടാവും.
ചില ആളുകൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഈ പറയുന്ന പെൺകുട്ടികളുടെ ഗ്യാങ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചില അവരുടെ ചില വീക്ക്നെസ്സുകളായിരിക്കും അവരെ പിടിച്ചു നിർത്തുന്നത്. ഇല്ലെങ്കിൽ ഒരു കോമൺ ഫാക്ടർ, അവരെന്തിനു വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയ ആ ഒരു ഫാക്ടർ ആയിരിക്കും ഇവരെ പിടിച്ചു നിർത്തുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ലൈഫിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്നായിരിക്കും. അത് ഒരു 5 മിനിറ്റ്, ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയമാണോ കോളേജിൽ പഠിക്കുന്ന സമയമാണോ, നമ്മുടെ ഒപ്പം ആ ഒരു അയാളുടെ ഒപ്പം ഇരിക്കുന്ന സമയത്ത് നമ്മളങ്ങ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും, നമ്മൾ എൻജോയ് ചെയ്യും. നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള, അല്ലെങ്കിൽ ഒരു വിഷമമാണെങ്കിലും സന്തോഷമാണെങ്കിലും ആദ്യം ഷെയർ ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടായിരിക്കും. അപ്പം ഇപ്പം ലൈഫിൽ ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കിയറിഞ്ഞാൽ അവരുടെ ലൈഫിൽ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടോ? എല്ലാവർക്കും അവരുടെ ആ ഒരു ലൈഫിൽ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടാവും. പക്ഷേ എത്ര നാളാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ, ആ ഒരു ഡ്യൂറേഷൻ, അതായത് ചില ആൾക്കാർക്ക് അയാൾ ലൈഫിൽ ഉണ്ടായിരിക്കുക കുറച്ച് മാസങ്ങളായിരിക്കാം, ചിലപ്പോൾ വർഷങ്ങളായിട്ട്. അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. ഇത് പറഞ്ഞ പോലെ ഇപ്പം ഈ സ്ത്രീകളുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതായത് കല്യാണമൊക്കെ കഴിച്ചു പോകുമ്പം അധികം പേരും ഈ ഫാമിലി ഓറിയന്റഡ് ആവുമല്ലോ, ഫ്രണ്ട്ഷിപ്പൊക്കെ മിസ് ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ റീഗെയിൻ ചെയ്തെടുക്കുന്ന ഫ്രണ്ട്ഷിപ്പുകൾ അവരെ വല്ലാതെ മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയില്ലേ? അതായത് അതുവരെ ഉണ്ടായിരുന്ന ഒരു ബോറിംഗ് ലൈഫിൽ നിന്ന് അവർക്കും എന്തോ ഉണ്ട് ഒരു മീനിങ് ഫുൾ ലൈഫിലേക്കൊക്കെ എന്താ പറയുക, ആ ഒരു ഡൈനാമിക്സ് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ കഴിയാറുണ്ട്. എന്താ അതിനെക്കുറിച്ചൊരു അഭിപ്രായം? ഓക്കെ, അത് ഫുൾ അങ്ങനെ പറയാൻ പറ്റൂല. ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഡിപ്പെൻഡൻ്റ് ആൾക്കാരാണ് ഫാമിലിയിൽ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഫാമിലി റിലേഷൻഷിപ്പിൽ പുറത്ത് കിടക്കാൻ പറ്റില്ല, ഫ്രണ്ട്ഷിപ്പിൽ ഇല്ലാണ്ടിരിക്കാം. അവർക്കാണ് പിന്നീട് ഒരു ഫ്രണ്ടിനെ കിട്ടുമ്പോൾ ലൈഫ് ചേഞ്ചിങ് ആ ഒരു ബോറിംഗ് ആയി തോന്നുന്നത്. മനസ്സിലാക്കുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ അവർക്കതൊരു വിഷയമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ജനറലൈസ് ചെയ്യണ്ട കാര്യം. ആഫ്റ്റർ മാരേജും അടിപൊളിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പെൺകുട്ടികളുണ്ട്. പക്ഷേ ബൈ ചാൻസ് അല്ല, കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് കുട്ടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും പല പെൺകുട്ടികളും ഒതുങ്ങിപ്പോവുകയാണ്, അവരുടെ ആ ഒരു ഫാമിലിയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ അപ്പുറത്ത് ലൈഫ് അടിച്ച് പൊളിച്ച് വൈബ് ചെയ്ത് ചില്ല് ചെയ്ത് ഫ്രണ്ട്ഷിപ്പുമായിട്ട് ഫാമിലിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ലേഡീസും ഉണ്ട്. അപ്പോൾ ഇത് ആൺകുട്ടികൾക്ക് മാത്രം പറ്റുന്ന കാര്യമൊന്നുമല്ല. അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലേഡീസ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ അവർക്കുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറും കൂടെ ആയിരിക്കണം അവർക്ക് അവിടെ ഉള്ളത്. ഇല്ല എങ്കിൽ അത് അവരുടെ ഫാമിലിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ആദ്യം അതൊരു പ്രശ്നം വരില്ല. കല്യാണം കഴിഞ്ഞൊരു കുച്ചായി കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും നമ്മൾ ഉണ്ടായി വന്നത് കാട്ടിൽ നിന്നാണല്ലോ, അറിയാലോ. സോ പുരുഷന്മാർ എങ്ങോട്ട് പോകുന്നു? ഹണ്ടേഴ്സിന് പോകും. അപ്പോൾ ഇവിടെ കുട്ടികളെ നോക്കേണ്ടതും എല്ലാം ചെയ്യേണ്ടത് സ്ത്രീകളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ് നമ്മൾ, പുരുഷനും സ്ത്രീയും. സോ ഒരു സ്ത്രീ ഒരു അമ്മായി കഴിയുമ്പോൾ അവൾ ഫുൾ പ്രയോറിറ്റി അവിടേക്കാണ് വരുന്നത്. അത് ജസ്റ്റ് ഇവോൾവ് ചെയ്ത് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ ജോലി ഇപ്പം മാറി വരുന്നുണ്ട്, തീർച്ചയായിട്ടും അത് എന്തായാലും മാറ്റം വരും. പക്ഷെ നോർമലി ആ ബ്രെയിൻ അങ്ങനെയാണ്, അവർക്ക് അപ്പോൾ വേറെ ഒന്നുമില്ല. ആ കുട്ടികൾ ഒരു പരിധി ആവുന്നവരെ അമ്മമാരുടെ ഫുൾ അല്ലെങ്കിൽ ലേഡീസിൻ്റെ ഫുൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യം ആ ഫാമിലിക്ക് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ശരിയാണ്, തീർച്ചയായിട്ടും മാറുന്നുണ്ടാവും. ആ ഒരു പ്രായം കഴിയുമ്പോൾ അവർ മാറും. ഫ്രണ്ട്ഷിപ്പ് തേടി പോകുന്നവരുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതെ, അത് ഈ പറയുന്ന പോലെ നമ്മൾ മൂവീസിന്റെ ബേസിസിലൊക്കെ പറയുവാണെങ്കിൽ ഈ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള കുറേ ഫീമെയിൽ ഓറിയന്റഡ് മൂവീസ് ഇറങ്ങില്ലേ, ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള. അത് മൂവിയുടെ പെർട്ടിക്കുലർ നെയിം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇങ്ങനെ ഒരു 3 ഫ്രണ്ട്സ് തമ്മിൽ റീജോയിൻ ആവുന്ന ഒരു മൂവി ഉണ്ട്. അതിലിങ്ങനെ കാണിക്കുന്നുണ്ട്, അതായത് ഈ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ജീവിച്ച് അവരെ തന്നെ മറന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. പക്ഷെ ഈ പഴയ സൗഹൃദം തിരിച്ചു കിട്ടുമ്പോൾ ആ ഒരു പഴയ ചുറുചുറുക്കും സന്തോഷവും ഈ പറയുന്ന പോലെ സെൽഫായിട്ടുള്ളൊരു നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു ഡൈനാമിക്സിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ലൈക്ക് നമ്മുടെ ആ ഒരു ബോറിംഗ് ലൈഫിൽ നിന്ന് കുറച്ചുകൂടെ മീനിങ് ഫുൾ ആവാൻ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് ആക്ച്വലി നല്ല രസമാണെന്നുള്ളത്. ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിരിക്കും ആ റിലേഷൻഷിപ്പിൽ. ഫോർ എക്സാമ്പിൾ
നമ്മുടെ പ്രയോറിറ്റി ഫാമിലിക്ക് ആണെങ്കിൽ അവിടെ അതൊരു ബോറിംഗ് ആയി വരില്ല. കാരണം നമ്മുടെ ഹസ്ബൻഡും കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയാണ് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അയ്യോ എനിക്ക് ഫ്രണ്ട്സിനെ മിസ്സായില്ലോ, എനിക്ക് യാത്രകൾ മിസ്സായില്ലോ എന്ന് തോന്നുകയാണെങ്കിൽ അതൊരു പിന്നെ പ്രശ്നമാവും. അതല്ല, പ്രയോറിറ്റി യാത്രകളാണ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതെല്ലാം പിന്നെ ഒരു ഭാവിയിലേക്ക് നോക്കുമ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും. അതാണ് പ്രശ്നം. എപ്പോഴും പ്രയോറിറ്റി. അങ്ങനെ നോക്കുമ്പം ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ എക്സ്പെക്റ്റേഷൻസ് പാടില്ല എന്ന് പറയും. എക്സ്പെക്റ്റേഷൻസ് ഓൾവേസ് ഹേർട്ട് എന്നൊക്കെ നമ്മൾ എപ്പോഴും പോസ്റ്റ് ഒക്കെ ഇടുന്നത് കാണാം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുന്നത് എപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സത്യത്തിൽ എക്സ്പെക്റ്റേഷൻസ് പാടുണ്ടോ റിലേഷൻഷിപ്പിൽ? ഒരിക്കലും എക്സ്പെക്റ്റേഷൻസ് പാടില്ല എന്ന് തന്നെ പറയാം. അതായത് ഒരാൾ എക്സ് ഓർ വൈ എൻ്റെ ഫ്രണ്ടാണ് എങ്കിൽ അയാളുടെ എല്ലാ പോസിറ്റീവും എല്ലാ നെഗറ്റീവും ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് അയാളെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ചെയ്യേണ്ടത്. അതല്ലാതെ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്കുള്ള അതേ താല്പര്യങ്ങളും അതേ അഭിപ്രായങ്ങളും അതേ നിലപാടുകളും ആയിരിക്കണം എൻ്റെ ഫ്രണ്ടിന് എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് അധികം നാൾ മുന്നോട്ട് പോവില്ല. ഈവൻ ഇപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മുന്നണിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സിന് താല്പര്യം ഓപ്പോസിറ്റ് മുന്നണിയോടാണെന്ന് വിചാരിക്കാം. അപ്പം ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, ഞാൻ പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള എൻ്റെ ചിന്താഗതി തെറ്റാണ്. അതായത് അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അവരുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം, നിലപാടുകൾ ഉണ്ടാവാം. ഞാൻ പ്രവർത്തിക്കുന്ന ആ ഒരു മുന്നണിക്ക് വേണ്ടി അവർ നിൽക്കുക എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പം എൻ്റെ ഫ്രണ്ടായിട്ടും നീ അത് എൻ്റെ കൂടെ നിന്നില്ലല്ലോ, നീ എന്നെ പിന്നീന്ന് കുത്തിയില്ലേ എന്നുള്ള ഒരു ചോദ്യം കാര്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുന്നത് ഈ എക്സ്പെക്റ്റേഷൻ്റെ പുറത്താണ്. അതിൻ്റെ അപ്പുറത്ത് അവൻ്റേതായ താല്പര്യങ്ങളോ അവൻ്റെ നിലപാടുകളോ ആശയങ്ങളോ ഒക്കെ ഉണ്ട്. സോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് നമ്മളവരെ ഈ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പെക്റ്റേഷൻ ഓവറായിട്ട് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് നമ്മളെ ഹേർട്ട് ചെയ്യും. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിന്റെ പേരിലുള്ള എക്സ്പെക്ടേഷൻസ് ആണ്. അല്ലാത്ത ഫ്രണ്ട്ഷിപ്പുകളിൽ വരുന്ന എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതായത് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളൊരു, അത് എക്സ്പെക്ടേഷൻ അല്ലല്ലോ, പ്രയോറിറ്റി അല്ലേ? പ്രയോറിറ്റി അതൊരു എക്സ്പെക്ടേഷൻ അല്ലേ? അതായത് നമ്മൾ അവരെ പ്രയോറിറ്റി, നമുക്ക് ഇപ്പം എനിക്ക് താങ്കളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ താങ്കൾക്കൊരു പ്രയോറിറ്റി ഓഫ് കോഴ്സ് തന്നിരിക്കും. പക്ഷെ കാലം പോകെ ആ ഒരു പ്രയോറിറ്റിക്ക് കുറഞ്ഞു വന്നു, അല്ലെങ്കിൽ നമ്മളോടുള്ള തിരിച്ച് ആ കാണിക്കുന്ന ഒരു റെസിപ്രൊക്കേഷൻ എന്നൊക്കെ പറയുമല്ലോ, അത് കുറഞ്ഞു വരുമ്പം നമ്മൾ അതും എക്സ്പെക്ട് ചെയ്യുന്നതല്ലേ? ഫ്രണ്ട്ഷിപ്പിലെ പ്രയോറിറ്റിയും ഇപ്പം താങ്കൾ ചോദിച്ച ചോദ്യത്തിലെ പ്രയോറിറ്റിയും രണ്ടാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിലെ പ്രണയത്തിലെ പ്രയോറിറ്റിയാണ് വരുന്നത്. ഫ്രണ്ട്ഷിപ്പിലും അങ്ങനെ എക്സ്പെക്ടേഷൻസ് വരില്ലേ? എക്സ്പെക്ടേഷൻസ് അല്ല, പ്രയോറിറ്റി അല്ല. പ്രയോറിറ്റിയും എക്സ്പെക്ടേഷനും രണ്ടാണ്. ഓക്കെ, അതായത് നമ്മൾ ഒരാളുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് പ്രയോറിറ്റി കൊടുത്തേ പറ്റൂ. ഈവൻ നമ്മളൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്, നമുക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, നമ്മൾ ഫാമിലിയുടെ പ്രയോറിറ്റി കൊടുക്കണം. ഇപ്പം എനിക്ക് എൻ്റെ ജോലിയുണ്ട്, ജോലിയുടെ ടാർഗറ്റ് ഉണ്ട്, പ്രഷറുണ്ട്, ടെൻഷനുണ്ട് എന്ന് വെച്ച് ഞാൻ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ഫാമിലിയോടൊപ്പം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുകയും എൻ്റർടൈൻമെൻറ്റ് അവരുമായിട്ട് എൻഗേജ്മെൻറ്റ്സ് ഇല്ലാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫാമിലി എൻ്റെ കയ്യിൽ നിന്ന് പോകും. അതേപോലെ ഫാമിലിക്ക് മാത്രമാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പ്രൊഫഷൻ ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, കൗൺസിലറാണ്. സോ കൗൺസിലിംഗ് സമയത്ത് എന്നെ വിളിക്കുന്ന ആളുകൾ ചിലപ്പോൾ അവർക്ക് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിളിക്കുന്നത് പാതിരാത്രിക്കായിരിക്കും. ആ ഫോൺ എടുക്കുക ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ ഓൾറെഡി അവരുടെ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നെ വന്ന് കണ്ടിട്ട് എന്നെ വിശ്വസിച്ച് പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവിടെ ഞാൻ എൻ്റെ ജോലിക്ക് പ്രയോറിറ്റി കൊടുക്കണം. അപ്പം ഡിപ്പെൻസ് ഓൺ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഏത് കാര്യത്തിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ടും പ്രയോറിറ്റി കൊടുക്കണം. പ്രയോറിറ്റിയും എക്സ്പെക്റ്റേഷനും രണ്ടാണ്. ഓക്കെ, അതായത് ഞാൻ ഇയാൾക്കൊരു സഹായം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞാനാണ് നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിച്ചത്, അതുകൊണ്ട് ഞാനൊരു ട്രബിളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് എൻ്റെ എക്സ്പെക്റ്റേഷൻ വേറെ, പ്രയോറിറ്റി വേറെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ പറയുന്ന പോലെ എക്സ്പെക്റ്റേഷൻസ് കാരണം റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഏതൊരു നല്ല റിലേഷൻഷിപ്പിലും ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ വന്ന് ആ ഒരു നല്ല റിലേഷൻഷിപ്പിനെ തന്നെ
എന്താ പറയുന്ന ബാധിച്ച് അത് ഇങ്ങനെ എൻ്റെ അടപ്പായി പോകുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, ഇതുവരെ മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പരസ്പരം സംസാരിച്ച് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ ചിന്തിച്ച് പോകുന്ന കുറേ ഫ്രണ്ട്ഷിപ്പുകൾ നിസ്സാര കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ കാരണങ്ങളില്ലാതെയും ഫെയ്ഡായി പോകുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? അത് ചില സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ ബാക്കി ഏത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നമ്മളൊരു ആ വ്യക്തിയുടെ ഒരു അഭിപ്രായം അത് നമ്മുടെ അഭിപ്രായത്തോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കാം. പക്ഷെ നമ്മളതിനെ അതിനുള്ള ഒരു എതിർപ്പ് നമ്മൾ ആ വ്യക്തിയോടുള്ള എതിർപ്പായി മാറുന്നു. ഇപ്പം പലപ്പോഴും എനിക്ക് കണ്ടിട്ടുണ്ട് അത് സംഭവം. ആ വ്യക്തിയുടെ ആ അഭിപ്രായത്തോട് നമുക്ക് വിയോജിക്കാം. ഫ്രണ്ട്സ് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു കാര്യം പറഞ്ഞു, അത് ആ കാര്യത്തോട് നമുക്ക് വിയോജിക്കാം. പക്ഷേ പലപ്പോഴും ഇപ്പോൾ കാണുന്നത് അതിനപ്പുറത്തേക്ക് അത് ആ വ്യക്തിയുടെ വിരോധമായിട്ട് മാറുന്നു. പലപ്പോഴും അത് വരുന്നത് ഈ ഒരു പൊളിറ്റിക്സ് ആൻഡ് മതം കയറി വരുമ്പോഴാണ്. ആ ഒരു കാര്യത്തിൽ പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പുകൾ കാണാറുണ്ട് അത്. കാരണം എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരാളൊരു പൊളിറ്റിക്കൽ റിവ്യൂ ഇട്ടു. പക്ഷെ പിന്നെ അത് അയാളുടെ എന്താ പറയുക, അയാളുടെ റിവ്യൂ ആണ്, നമുക്കത് മനസ്സിലാക്കിയാൽ മതി. അതിനപ്പുറത്ത് അയാളോടുള്ള എത്രയോ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, നമ്മളത് വിട്ടുപോകുന്നു. പകരം ആ വ്യക്തിനെ എന്താ പറയുക വെറുക്കാൻ തുടങ്ങുന്നു. അതാണ് പ്രശ്നം. നമ്മളെപ്പോഴും ഒരാളുടെ ഒരു എതിർപ്പുണ്ടെങ്കിൽ ആ കാര്യത്തെ മാത്രം വിയോജിക്കുക, അതിനെ മാത്രം കാണുക. എപ്പോഴും പോവാതിരിക്കാം. ചോദിച്ച പോലെ അതിനുള്ള മാറാതിരിക്കാൻ എന്താ കാരണം? അയാളുടെ പോസിറ്റീവ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പോസിറ്റീവ്സ് എന്തൊക്കെ നമ്മളിവിടെ ചെയ്തു അതൊന്നും ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കൊച്ചു കാര്യങ്ങളൊന്നും അല്ലാതായി പോകും. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ, അതായത് നമുക്ക് ഒരാളുടെ അഭിപ്രായത്തിനോട് ഒരു വിയോജിപ്പുണ്ടെങ്കിൽ പതിയെ ആ വ്യക്തിയോട് നമുക്കൊരു എതിർപ്പ് തോന്നും. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ ആ വ്യക്തിയോട് നമുക്കൊരു വിരോധമുണ്ട്. അയാൾ പറയുന്നത് എത്ര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. ഇത് ശരിക്കും എല്ലാവർക്കിടയിലും എല്ലാ ഫ്രണ്ട്ഷിപ്പിനിടയിലും സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ രണ്ട് പേര് തമ്മിലുള്ള ആ ഒരു വിരോധം അതെന്താണോ അത് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ദെൻ വേറെ ഒന്ന് സേ സോറി. നമ്മൾ റിലേഷൻഷിപ്പിൽ സോറി പറയാൻ തയ്യാറാകുക. ചിലപ്പോഴൊക്കെ ശരി നമ്മുടെ ഭാഗത്തായിരിക്കും, മറ്റുള്ളവരുടെ ഭാഗത്തായിരിക്കാൻ തെറ്റ്. എങ്കിൽ കൂടി നമ്മളൊരു സോറി പറയാൻ തയ്യാറായാൽ പല റിലേഷൻഷിപ്പും കട്ടായി പോവില്ല, മുന്നോട്ട് പോകും. അതായത് നമ്മളിപ്പം ഒരാളുമായിട്ട് നമ്മൾ പിണങ്ങി മാറി പോയി കഴിയുമ്പോഴത്തേക്കും മലയാളത്തിൽ നമുക്ക് കാത് കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കും. ഇച്ചിരിയുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മൺ ലീവ്സ് ഫ്രം അവർ ലൈഫ് ഈസ് സമ്മൺ ബെറ്റർ ടു കം എന്നൊക്കെ പറയാം. പക്ഷേ ഈ പോയവരാരും അല്ലെങ്കിൽ ഇനി വരുന്നവരാരും ഈ പോയവർക്ക് പകരമാവില്ല. അപ്പം എല്ലാ റിലേഷൻഷിപ്പിനും ഒരു വാല്യൂ ഉണ്ട്. അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് വേണം എന്നുണ്ടെങ്കിൽ പോലും സോറി പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് പോലെ ഇരിക്കില്ല അതിനെ റീഗെയിൻ ചെയ്യാന്ന് പറയുന്നത്. കാരണം നമ്മളതിനെ വിട്ട് കളഞ്ഞാൽ അതിനർത്ഥം നമുക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. പല ആളുകളും സോറി പറയുന്നത് ഒരു പരാജയമായിട്ടോ ഒരു തോൽവിയായിട്ടോ ഒക്കെ കാണാറുണ്ട്. അതായത് ഞാൻ സോറി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുറച്ചിലായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഈഗോട്ടിക് മൈൻഡ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അതായത് നമ്മൾ സോറി പറയുന്നത് സോറി ഡസൻ മീൻസ് യു ആർ റോങ് അല്ലെങ്കിൽ ഐ ആം റോങ്. നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ആളുടെ പേഴ്സണാലിറ്റിയെയും നമ്മൾ മാനിക്കുന്നു. അങ്ങനെ മാത്രം സോറിയെ കണ്ടാൽ മതി, അപ്പോൾ പ്രശ്നം തീരും. ശരിയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ഇതിന്റെ എല്ലാത്തിന്റെയും എന്തെന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം അത് വേണം എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കില്ലേ. ചിലവർ നമ്മളങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ പോയിക്കോട്ടെ എന്നുള്ള രീതിക്ക് ഇരിക്കും. നമുക്ക് അതെ പോട്ടെ എന്തായാലും പോയല്ലോ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കും. പിന്നെ സിമ്പിൾ ആയിട്ട് ചില ആൾക്കാരെ നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ചില റീസൺസ് കണ്ടെത്തുന്നതും ആവുന്നത്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവരായിരിക്കില്ലേ അധികം കഴിഞ്ഞു പോയതൊക്കെ പിന്നെയും പറഞ്ഞ് അങ്ങനെ ചിലത് കാണാറില്ലേ? റീസൺസ് ഒന്നും കിട്ടാതെ വരുമ്പോ മുന്നേ സംഭവിച്ചതെല്ലാം എടുത്തിട്ട് റീസൺ ഉണ്ടാക്കി വിടുക എന്നുള്ളത്. അവസാനം തള്ളി ഇവര് അങ്ങേയറ്റം ചെന്ന് കഴിയുമ്പോ ആരും ഇല്ലാണ്ടാവും.
അപ്പോഴേ ഇവർ തിരിഞ്ഞു നോക്കുമ്പോഴേ ചെയ്ത മിസ്റ്റേക്കുകൾ എന്തായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ആദ്യം താങ്കൾ ചോദിച്ച പോലെ ഞാൻ അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യാറുള്ള ആളല്ല, എനിക്ക് ഫ്രണ്ട്ഷിപ്പിനോടൊന്നും വലിയ താല്പര്യമില്ല, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് ഓപ്പണായിട്ട് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത് അയാളുടെ ഈ പേഴ്സണാലിറ്റിയിലെ ഈ ഒരു ഡ്രോബാക്ക് ഉണ്ടാവാം. ശരിയാണ്. പലപ്പോഴും ഈ പറയുന്ന പോലെ നമ്മളെ നല്ലതിനെന്ന് വിചാരിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വേറെ രീതിക്കായിരിക്കില്ല എടുക്കാൻ പറ്റുക. ലൈക്ക് അവർക്കൊരു ക്രിറ്റിസിസം പോലെയോ അല്ലെങ്കിൽ അവർക്കൊരു നെഗറ്റീവ് അടിക്കുന്ന പോലെയൊക്കെ അങ്ങനെയും കുറേ റിലേഷൻഷിപ്പൊക്കെ എൻ്റെ ഇടപ്പായി പോവാറില്ല ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം. ചിലപ്പോൾ നമ്മൾ പോസിറ്റീവ് വശമായിരിക്കാം പറഞ്ഞു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതെടുക്കുന്ന രീതി വ്യത്യാസമായിരിക്കില്ലേ? അതിന് കാരണം നമ്മൾ കറക്റ്റായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ കറക്റ്റായിട്ട് അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ്. കാരണം ഏതൊരു കാര്യം നമുക്ക് പറയാൻ എളുപ്പമാണ്. എൻ്റെ മനസ്സിലൊരു കാര്യം ഉണ്ടാവും, അത് അതുല്യക്ക് മനസ്സിലാവണമെങ്കിൽ അത് അതുല്യ മനസ്സിലാവുന്ന രീതിയിൽ അതുല്യ മനസ്സിലാക്കി തന്നെ. അതുപോലെ തന്നെ ചോദിക്കണം, പറഞ്ഞ കാര്യം മനസ്സിലായോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു നമുക്കൊന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോന്ന്. ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു റിപ്ലൈ ഉണ്ടാവും തീർച്ചയായിട്ടും. അതല്ല നമ്മൾ വിചാരിച്ച പോലത്തെ അല്ല, ഒരു പോസിറ്റീവ് അല്ല, നമുക്ക് റിപ്ലൈ കിട്ടും എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അപ്പം നമുക്കത് അങ്ങനെ സോൾവ് ചെയ്യാം. അതാണ് മെയിൻ കാര്യം. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് അയാള് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി വരും. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞ പോയ കാര്യമായിരിക്കാം. ചിലപ്പോൾ ഈ പറയുന്ന കാര്യം അയാൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇല്ല എങ്കിൽ നമ്മളുടെ ഇടയിൽ നമ്മുടെ കോമൺ ആയിട്ട് നിൽക്കുന്ന വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവാം. ഈവൻ നമ്മൾ തമ്മിലൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഈ കോമൺ ഫ്രണ്ട്സ് എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മൾ മനസ്സിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ചിലപ്പം ഇവൻ നിന്നെ കുറിച്ച് അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ഇതേ കാര്യം താൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ തമ്മിൽ അടുക്കാൻ അനുവദിക്കാതെ തമ്മിൽ തെറ്റിദ്ധാരണകൾ കൂട്ടി 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 കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ പതിയെ ഒരു പ്രായത്തിൽ അത് മനസ്സിലാവില്ല. ഈവൻ ഈ കോളേജ് ലൈഫിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായത് പതിയെ നമ്മൾ മെച്യൂർഡ് ആയി വരുന്ന സമയത്ത് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യത്തിന് ശരിയാണ്, ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു പോയിട്ടുണ്ടാവും, റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവും. പക്ഷെ വർഷങ്ങൾ കഴിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ റിലേഷൻ പോവാതിരിക്കാനാണ് പറഞ്ഞത്. അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലെങ്കിൽ റെഡിയാക്കിയാൽ, കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയാൽ പല റിലേഷൻഷിപ്പ് നമുക്ക് തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതിൻ്റെയും ഒരു ബേസിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണല്ലേ. അതായത് ഇപ്പം നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ എന്താ പറയുന്നതിന് നിനക്കും നീ എന്താ പറയുന്നത് എനിക്കും ഒരു വ്യക്തത വരില്ലേ, പറയുന്നത് നല്ലതിനായിരിക്കാം എന്നുള്ളത്. അത് നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതാവുമ്പോഴാണ് ഇത്തരം ഒരു കോൺഫ്ലിക്ട്സ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. അത് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പാണ്, അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല. നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ളിടത്ത് അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം വരൂല. അതെ. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കപ്പിൾസ്. അതായത് ആ ഒരു റിലേഷൻഷിപ്പ് എൻഡഡ് ആയി കഴിയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നെഗറ്റീവ് പറയുക എന്നുള്ളൊരു കാര്യമുണ്ട്. പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ട് ഇപ്പോഴൊക്കെ, പക്ഷെ മോർ ദാൻ ദാറ്റ് കുറച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. അത് എത്രത്തോളം നല്ലൊരു കാര്യമാണ്? ശരിക്കും ഒരു റിലേഷൻഷിപ്പ് എൻഡായി കഴിയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡിലല്ല അവസാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഗിവ് ദം എ ക്ലോഷർ. യെസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ പ്രണയം ആയിക്കോട്ടെ എത്ര നീറ്റായിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പം തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർക്ക് വളരെ നീറ്റായിട്ട് ഇരുന്ന് സംസാരിച്ച് നമ്മൾ തമ്മിൽ ചേരുന്നില്ല. ഈവൻ കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കിനി ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ബാക്കി കാര്യങ്ങളിൽ നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി പ്രണയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ചാൽ ശരിയാവില്ല, നമ്മൾ തമ്മിലങ്ങ് സിങ്ക് ആവില്ല, സോ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം എന്ന് പറഞ്ഞ് ഡീസൻ്റായിട്ട്
പിരിയുന്നവരുണ്ട്. അതങ്ങനെ സംഭവിക്കാത്തപ്പോഴാണ് അവിടെ ഒരു തേപ്പ് തേപ്പ് ഉണ്ടാവുന്നത്. ആ തേപ്പിന്റെ പുറത്താണ് പിന്നെ കുറച്ചുനാൾ മുന്നേക്കെ, ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു, ആസിഡ് അറ്റാക്കും കത്തിക്കുത്തും ഒക്കെ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇപ്പൊ വേറെ തലങ്ങളിലേക്കൊക്കെ ഇപ്പൊ കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ശരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലോഷർ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു ക്ലോഷർ കൊടുത്ത് ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് സെറ്റായിട്ട് പോകുന്നില്ലായിരുന്നു, സോ ഞങ്ങൾ പിരിഞ്ഞു എന്ന് വളരെ നീറ്റായിട്ട് വേറൊരാൾ ചോദിച്ചാൽ പറയും. ഇത് അങ്ങനെ ഒരു നീറ്റായിട്ടുള്ള ഒരു എൻഡ് സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ അയാൾ എവിടെയാ എന്ന് ചോദിക്കുമ്പോഴത്തേന് എനിക്കെങ്ങനെ അറിയാം, അവരുടെ ക്യാരക്ടർ വെച്ച് അവൻ അവിടെ എത്തിയില്ലെങ്കിൽ അത് ശരിക്കും അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര നെഗറ്റീവ് അയാളെ കുറിച്ച് പറയാനും സാധ്യതയുണ്ട്. സോ നല്ല രീതിയിൽ പറയുന്ന പോലെ ക്ലോഷർ എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതായത് ഒരാളോട് എന്താ കാരണം പോലും പറയാതെ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുക എന്ന് പറയുന്നത്, ആ അവസാനിപ്പിച്ച് പോകുന്ന ആൾക്ക് നല്ല എന്തോ കാര്യം ചെയ്ത പോലെ ആയിരിക്കാം, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതിനും വലിയൊരു ഹേർട്ട് അല്ലെങ്കിൽ ഒരു ഇൻസൾട്ട് പിന്നെ കിട്ടാനില്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കും. തീർച്ചയായിട്ടും. അതായത് ഒരു തേപ്പ് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്, കാരണം പോലും അറിയത്തില്ലാത്ത ഒരു തേപ്പ് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് എന്താണ് എന്ന് അയാൾ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ടാവും, അയാളുടെ ലൈഫിനെ എത്ര തവണ അത് ബാധിച്ചിട്ടുണ്ടാവും. പല രാത്രികളിലും അയാളുടെ ഉറക്കം പോയിട്ടുണ്ടാവാം. അയാളെ തന്നെ എന്തോ ഒരു മോശം വ്യക്തിയായിട്ടൊക്കെ പിന്നെ കാണാൻ തുടങ്ങില്ലേ. അതെ, അതിപ്പം അയാൾ സ്വയം കണ്ടു തുടങ്ങും ഞാൻ അത്ര മോശമായിട്ടുള്ള ഒരാളാണോ. പിന്നെ അയാൾക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായി തുടങ്ങും, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ വളരെ മോശമായിട്ടാണോ എന്നെ കാണുന്നത് എന്നുള്ള ഒരു ഫീലിലേക്കൊക്കെ വരും. സോ നമ്മള് ആ ഒരു മാന്യത, അതായത് ഒരു ക്ലോഷർ കൊടുക്കാനുള്ള മാന്യത എല്ലാവരും എല്ലാ റിലേഷൻഷിപ്പിലും കാണിക്കണം. ശരിയാണ്. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ളത് തന്നെ പറയാൻ റെഡി ആയിരിക്കണം. തീർച്ചയായിട്ടും. ഇന്ന കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല, സോ ലെറ്റ്സ് ബ്രേക്കപ്പ്. അതൊരു മിണ്ടി മിണ്ടാതാവുക എന്നൊക്കെ പറയുന്നത് ഈ ക്ലോഷർ കൊടുക്കാനായിട്ടായിരിക്കും അല്ലേ. അതെ, തീർച്ചയായിട്ടും. നെക്സ്റ്റ് നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓക്യുപ്പേഷണൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയില്ല. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ കുറേ ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. ചിലവർ പറയും പ്രൊഫഷണൽ ലൈഫ് വേറെ പേഴ്സണൽ ലൈഫ് വേറെ, നമുക്ക് അത് അവിടെ നിന്നൊരു ഫ്രണ്ട്ഷിപ്പ് അത്ര സെറ്റ് ആവില്ല, അല്ലെങ്കിൽ അവർക്ക് പലപ്പോഴും പണി കിട്ടിയതായിട്ടൊക്കെ പറയാറുണ്ട്. എന്താണ് തോന്നുന്നത്, ലൈക്ക് വർക്ക് സ്പേസിൽ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പിനെ കിട്ടിയത് പോസിറ്റീവായിട്ടായിരിക്കുമോ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുക, അതോ നെഗറ്റീവായിട്ടായിരിക്കുമോ? അതായത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പുകൾ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ പ്രൊഫഷണൽ ലൈഫിൽ നിന്നും നല്ല ഫ്രണ്ട്സിനെ കിട്ടാറുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പയ്യെ നല്ല ഫ്രണ്ട്സായി, അതിൽ നിന്നും പിന്നെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പോലും ഇവർ വർക്കിംഗ് പീരീഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വർക്ക് പ്ലേസിൽ നിന്നും കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പുകൾക്ക് ഡെപ്ത് കുറവായിരിക്കാം. കാര്യം അവിടെ മെയിൻ റോള് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ ഇമോഷൻസോ അല്ല, അവിടെ ഗോളിനാണ് പ്രാധാന്യം കൂടുതൽ. അതായത് ഇമ്പോർട്ടൻസ് കൂടുതൽ നമ്മുടെ ടാസ്ക്, ഗോള്, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിൽ ഒരാളുണ്ടാവും, അയാളെ ഇമ്പ്രസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ. നമ്മളെല്ലാം ഒരേ വഴിയിൽ ഓടുന്ന ആൾക്കാരായിരിക്കും. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കേണ്ട ഒരു ആവശ്യം കൂടെ നമ്മൾ തമ്മിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ കൂടുതൽ കുത്തിത്തിരിപ്പായിരിക്കും വർക്കൗട്ട് ചെയ്യാൻ സാധ്യത കൂടുതൽ. അപ്പം വർക്ക് പ്ലേസിൽ നിന്ന് ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഓൺ ദ അതർ ഹാൻഡ് വർക്ക് പ്ലേസിൽ നിന്ന് നല്ല സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പ്ലേസിൽ നിന്നും കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പുകൾ പണി കിട്ടുക സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അപ്പം ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വരുവാണ്, ഞാൻ പെർഫോം ചെയ്ത് കയറി വരുന്നു, അത്യാവശ്യം ഞാൻ അവിടെ ജൂനിയർ ആയിട്ടുള്ള ഒരാളും കൂടെയാണ്, എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ഇവൻ വളർന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാരയാവുമോ എന്നുള്ളതായിരിക്കും ആദ്യം ചിന്തിക്കുക. എങ്ങനെയെങ്കിലും ഇവനെ പോയിച്ച് പുറത്തേ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സീറ്റ് സീൽ ചെയ്യാം എന്നേ വിചാരിക്കുള്ളൂ. അപ്പോൾ വർക്ക് പ്ലേസിൽ അവൻ എന്നേക്കാൾ നന്നായിട്ട് ഓടി മുന്നിൽ കയറി പോയിട്ടുണ്ട്, ഞാൻ അതിനേക്കാൾ എൻ്റെ ടൈമും എഫേർട്ടും എൻ്റെ കഴിവും കൊണ്ട് ഓടി അവനെ തോൽപ്പിക്കണം എന്നുള്ളതിനെക്കാട്ടിലും എങ്ങനെയെങ്കിലും അവനെ പിന്നീന്ന് കാലെ പഠിച്ച് വലിച്ചിട്ടിട്ട് കയറി പോവുക എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പം വർക്ക് പ്ലേസിൽ നിന്ന് റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ക്യാരക്ടർ നോക്കി
തിരഞ്ഞെടുത്തില്ല എങ്കിൽ പണി കിട്ടും. ഈ ഒരേ ഫീൽഡിലുള്ളവർ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലായി കഴിഞ്ഞാൽ അത് അവർക്ക് പോസിറ്റീവായിട്ട് ഹെൽപ്ഫുൾ ആക്കില്ല. അതായത് നല്ല രീതിക്ക് വർക്ക് എങ്ങനെ മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോസിറ്റീവ്ലി ഹെൽപ്പ് ചെയ്യുമോ? ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാണ്, അപ്പം അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. നല്ല ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ ഓക്കെ, ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ ഐ സ്ട്രെസ്, ഒരേ ഫെയിമിലുള്ള ആൾക്കാരല്ല, ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ. കാരണം ഒരു എംപ്ലോയീസ് അല്ല, അതാണ് പറഞ്ഞത്. നമ്മൾ എംപ്ലോയർ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനം തുടങ്ങുകയാണ്, നമുക്കൊരു ബിസിനസ് ചെയ്യുകയാണ്. സോ ആ മേഖലയിലുള്ള ഒരേ മനസ്സുള്ള ഒരേ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ടുള്ള ഒരു രണ്ടാൾക്കാർ തമ്മിൽ ചേരുകയാണെങ്കിൽ ഒരുപാട് ലൈഫിൽ മുന്നേറാൻ പറ്റും, പല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് നല്ല വിജയിച്ചിട്ടുള്ള പല സംരംഭങ്ങളും അതൊരേ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് വന്ന് ചേർന്നവരായിരിക്കും. കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതേ ലക്ഷ്യമുള്ള ഒരാളെ കണ്ടുമുട്ടി, അതേ വൈബ് കിട്ടി. സോ അത് മുന്നോട്ട് പോയി നല്ല ഫ്രണ്ട്ഷിപ്പുമാണ് അവരുടെ എന്താ പറയുക കരിയറിലും ഏറ്റവും നല്ല രീതിക്ക് എത്തിക്കാൻ പറ്റും. പോസിറ്റീവായിട്ട് എടുക്കാം തീർച്ചയായിട്ടും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്, ഇടുക്കിയിലുണ്ട്, എറണാകുളത്തുണ്ട്. അടുത്ത് നമ്മൾ കോട്ടയത്തേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ഫീൽഡിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുകയാണ്. ആ ഒരു കാര്യം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ അവിടെ എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് അവിടുത്തെ രീതികൾ, അവിടുത്തെ ക്ലയൻസ് മെയിനായിട്ട് വരുന്ന കേസുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൗൺസിലിംഗ് സെൻ്ററിൻ്റെ കാര്യം അടുത്ത സ്ഥലങ്ങളിലേക്ക് സെറ്റാക്കുകയാണെന്ന് വിചാരിക്കുക. അതിപ്പം സ്കൂളോ ഇതേപോലെ ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ എന്തും ആയിക്കോട്ടെ, ഒരേ ഫീൽഡിലുള്ള ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാറ്റജി, നമുക്ക് എവിടെയാണ് നമ്മുടെ നെഗറ്റീവ്സ് എന്താണ്, അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ്, അങ്ങനെ പോസിറ്റീവായിട്ട് കുറേ കമ്മ്യൂണിക്കേഷൻസ് നടക്കും. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൻ്റെ തൊട്ട് ചോട്ടിക്കൊണ്ടാണ് ഇവർ ഈ പരിപാടി തുടങ്ങുന്നതെങ്കിലോ, അപ്പം നമുക്ക് അവർ കോമ്പറ്റീറ്ററായി. ഈവൻ ഇപ്പം ഒരു സ്ഥാപനം XNY എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഓപ്പറേഷൻ വിങ്ങിൽ വർക്ക് ചെയ്യുന്ന നമ്മളൊരു 10 പേരുണ്ട്. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ് ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ് അടുത്ത ഓപ്പറേഷൻ മാനേജർ എന്നുള്ളൊരു പോസ്റ്റ് കിടക്കാണ്. അവിടെ ഫ്രണ്ട്ഷിപ്പ് വർക്ക് ചെയ്യുമോ, ഗോൾ വർക്ക് ചെയ്യുമോ? അവിടെ നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാൻ സാധ്യതയുണ്ട്. ഇനി ഫ്രണ്ട്ഷിപ്പിന് ഓവറായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ പറ്റിച്ച് കഴിവുള്ളവൻ അവരുടെ കയ്യിലുള്ള ആ ഒരു ഇൻകം കൂടെ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റും കൂടെ കൊണ്ടുപോയി അവൻ മാനേജർ ആവാനും സാധ്യതയുണ്ട്. ഇത് ഒരേ ഫെയിമിലുള്ള കാര്യമാണ്. അപ്പോൾ ഒരേ ഫീൽഡിലുള്ള ആൾക്കാർ തമ്മിൽ അവർ കോമ്പറ്റീറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അവർ തമ്മിൽ കോമ്പറ്റീഷൻ വരാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്പരം വളർച്ച ഉണ്ടാവും. പക്ഷേ പരസ്പരം കോമ്പറ്റീഷൻ വരുന്നിടത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പും തീരും, റിലേഷൻഷിപ്പും തീരും, ഇമോഷനും തീരും, എല്ലാം തീരും, എല്ലാം അവസാനിക്കൂലേ? അതെ. ഈ നമ്മൾ എപ്പോഴും പറയും, ഇപ്പോൾ പറയുമ്പോൾ കുറച്ച് ക്രിഞ്ചാണോ എന്ന് പറയാൻ പറ്റില്ല, ഈ പ്രണയത്തിന് കണ്ണും മൂക്കില്ല എന്നൊക്കെ നമ്മൾ പറയും. അത് എത്രത്തോളം സത്യമായിട്ടുള്ള കാര്യമാണ്? പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ ശരിയാണെന്ന് പറയേണ്ടി വരും. കാര്യം ഇപ്പോഴത്തെ കാലത്തും, അതായത് നമ്മൾ ഇന്നത്തെ കുട്ടികൾ, ഈ ജെൻസി കിഡ്സ് അത്ര അടിപൊളിയായിട്ടുണ്ട്, അവർ മെച്ചുവേർഡ് ആയിട്ടുണ്ട് 90s വെച്ച് നോക്കുമ്പോൾ എന്നെല്ലാം നമ്മൾ പറയാറുണ്ടെങ്കിലും പ്രണയത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പം അവിടെയും അവരും ഒരു പരാജയമെന്ന് പറയാം. കാര്യം ഒരാൾ വന്ന് നമ്മളെ പ്രപ്പോസ് ചെയ്ത് എസ് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇയാൾ എനിക്ക് ചേരുന്ന ആളാണോ, ഇയാൾ ഞാനുമായിട്ട് സിങ്ക് ആവുന്നുണ്ടോ, നമ്മുടെ വൈബ് സിങ്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരാളാണോ എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് എസ് പറഞ്ഞതിന് ശേഷമാണ്. അതിന് ശേഷമാണ് അയാളോട് നല്ല രീതിയിൽ കമ്പനി ആവാറ്, സംസാരിക്കാറ്, ടൈം സ്പെൻഡ് ചെയ്യാറ്. അതേസമയം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാൾ, നമ്മൾ അടിപൊളിയായിട്ട് വൈബ് ഷെയർ ചെയ്യുന്ന ഒരാൾ, ഒരേ വ്യൂസ്, ഒരേ കാഴ്ചപ്പാടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ തമ്മിൽ പ്രണയത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ തിരക്കേടില്ലാത്തൊരു റിലേഷൻഷിപ്പിലേക്കും വിവാഹത്തിലേക്കും സിമ്പിളായിട്ട് പോകും. നേരെ മറിച്ച് ഇന്നത്തെ കാലത്തും ഒരു ഏജ് വരെ ആൾക്കാർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എൻ്റെ പുറകെ വരുന്നു, പ്രപ്പോസ് ചെയ്യുന്നു, എസ് പറയുന്നു, അതിന് ശേഷമാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കൊളീഷൻ ഉണ്ടാകുന്നത്. കാര്യം ഇവർ തമ്മിൽ ചേരുകയാണ്, അതിന് ശേഷം ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പം പ്രണയത്തിന് കണ്ണില്ല എന്ന് പണ്ട് പറഞ്ഞ മുതലേ പറയുന്ന ഈ ഒരു കാര്യം സത്യമാണെന്ന് പറയേണ്ടി വരും.
അല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും കാണില്ല എന്ന് പ്രണയത്തിലോ? പ്രണയത്തിനെ കണ്ടില്ല എന്ന് ഇപ്പോഴും പറയേണ്ടി വരും. കാരണം എനിക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ കൊച്ചിയാണ്, ആ ഒറ്റ മോളേ ഉള്ളൂ. പോയത് ഇതേപോലെ ഒരു പ്രണയത്തിൽപ്പെട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ നമ്മൾ നടത്തിയ കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ചെന്ന് കഴിയുമ്പോൾ അപ്പം ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മയും വേണ്ട അവൾക്ക്. സോ മതി. നമ്മളെ എത്ര കേസിൽ പോലീസുകാർ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞൂടെ, ആ പ്രണയത്തിൽ അത് മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയുള്ള ചുറ്റുള്ള ഒന്നും കാണുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് അത്യാവശ്യം പണിക്കൊക്കെ പോയി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൺപിള്ളേർക്ക് ആർക്കും ഇവിടെ പെണ്ണില്ല. ബസ്സിൽ ചുമ്മാ നടക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബൈക്കിൽ അത്യാവശ്യം സ്റ്റഫും കാര്യങ്ങളും ഒക്കെ അടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഇവിടെ പെണ്ണുമുണ്ട്. അതൊന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അതുക്കും മേലെ റിലേഷൻഷിപ്പും ഉണ്ട്. അവരൊക്കെ വൈബടിച്ച് പോകുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ റീതിങ്ക് ചെയ്യേണ്ടി വരും. അതായത് പെൺകുട്ടികളുടെ ഭാഗത്താണോ പ്രശ്നം, അതോ ആൺകുട്ടികളുടെ കഴിവ് കൂടുതലാണോ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട സമയം ഒത്തിരി ആയിട്ടുണ്ട്. കാര്യം നമുക്കിപ്പോൾ ഈ ഇടയായിട്ട് കൗൺസിലിങ്ങിന് വരുന്ന കേസുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പയ്യന്മാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. പക്ഷേ പയ്യന്മാരെല്ലാം മോശമാണെന്നല്ല പറയുന്നത്, നന്നായിട്ട് നടക്കുന്ന പയ്യന്മാരുണ്ട്. അടിപൊളിയായിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി ജോലിയും ചെയ്ത് കാര്യങ്ങൾ നടക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു സാധനം അതെ. അപ്പം നമ്മളൊരു നല്ല റിലേഷൻഷിപ്പിലാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? നമ്മളൊരു നല്ല റിലേഷൻഷിപ്പിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒപ്പമുള്ള ആ ആള്, അയാൾ ഒപ്പം ഉള്ളപ്പോൾ നമ്മുടെ സന്തോഷം എങ്ങനെയാണ്, കൂടുവാണോ കുറയുകയാണോ, നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ, നമ്മൾ അയാളുമായിട്ടുള്ള ആ ഒരു ടൈം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല റിലേഷൻഷിപ്പിലാണോ എന്ന് നമുക്കറിയാൻ പറ്റും. അതേസമയം നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ എന്ന് അറിയണമെങ്കിൽ ഇയാൾ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ ഈ ഡ്രസ്സ് ഇടരുത്, നീ അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്, ഇങ്ങനെയുള്ള കൺട്രോളും കാര്യങ്ങളും ഒക്കെയാണ് ഓവറായിട്ട് വരുന്നത് എങ്കിൽ നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം നമ്മുടെ ഹാപ്പിനെസ്സും അയാളും ഒന്ന് തൂക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല റിലേഷൻഷിപ്പിലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ എഫേർട്ടൊന്നും ഇല്ല, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ഒരു നല്ലൊരു ഫ്ലോയിലൊക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, വലിയത് എന്നല്ല, നമ്മൾ നല്ല റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ നമ്മൾ അയാളുടെ ഒപ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്കൊരു അയാളൊപ്പം സംസാരിച്ചിരിക്കുമ്പോഴത്തേനും സമയം പോകുന്ന അറിയില്ല. ഈവൻ ഫോണിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടാവും. വീണ്ടും നമ്മൾ ആദ്യം ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടോപ്പിക്കുകൾ ഒരുപാടായിരിക്കും. അതുപോലെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും അയാളിൽ നിന്ന് കേട്ടിരിക്കാനും അയാളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും നമുക്കൊരു മടി ഉണ്ടാവില്ല. നമ്മളുടെ ബാക്കി പ്രശ്നങ്ങളെല്ലാം മറന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റും. അപ്പം നമ്മളൊരു നല്ല റിലേഷൻഷിപ്പിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ അയാളുടെ ഒരു കോൾ വരുന്നു, അതിൽ അയാളുടെ പേരാണ് കാണുന്നതെങ്കിൽ നമുക്ക് എന്ത് ഫീലിംഗ് ആണ് അത് വരുന്നത്. നമ്മൾ ഹാപ്പി ആണെങ്കിൽ യെസ്, അയാളായിട്ട് റിലേഷൻഷിപ്പിൻ്റെ ബേസ് എന്ന് പറയും. ഓക്കെ, ഈ ലവ് റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അത്ര ഈസി അല്ല കാര്യങ്ങൾ. അതായത് പ്രണയിക്കുമ്പോൾ നല്ല രസമായിരിക്കും, നല്ല വൈബൊക്കെ ആയിരിക്കാം. പക്ഷേ ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു റിയാലിറ്റി ടച്ച് ചെയ്യാണ്. അപ്പം ആ റിയാലിറ്റി ഹിറ്റ് ചെയ്യുമ്പം അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് വരിക? ഫസ്റ്റ് ഓഫ് ഓൾ, പ്രേമിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയമല്ല ഫാമിലി റിലേഷൻഷിപ്പ്. ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് പ്രണയിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാമുകനും കാമുകിയും മാത്രമേ ഉള്ളൂ. ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ഫാമിലി അവിടെ ജോയിൻ്റ് ആവുകയാണ്. ആ രണ്ട് ഫാമിലിക്ക് പുറമെ നിങ്ങളുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർ, അവരുമായിട്ടും കൂടെ നമ്മളൊരു ജോയിൻറ്റിലേക്ക് വരികയാണ്. നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് നമുക്ക് പലരോടും ആലോചിക്കേണ്ടി വരും, പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി റിലേഷൻഷിപ്പ് ഫുൾ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ പ്രണയിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒപ്പമുള്ള പാർട്ട്ണറിൻ്റെ പോസിറ്റീവ്സ് മാത്രമാണ് കാണുന്നത് എങ്കിൽ ഫാമിലി ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അയാളുടെ നെഗറ്റീവ്സും കാണാൻ തുടങ്ങും. ആ നെഗറ്റീവ്സ് നമുക്ക് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ അതൊരു മെച്യൂർഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും. നേരെ മറിച്ച് നമുക്കത്
വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് അധികം നാൾ മുന്നോട്ട് പോയില്ല. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സിനിമയാണ് മിഥുനം എന്ന് പറഞ്ഞ സിനിമ. ശരിയാണ്. മനസ്സിൻ്റെ ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായോ എന്നുള്ളത് പ്രണയിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, പരസ്പരം ചോദിച്ചു നോക്കുക. ഈവൻ ഈ പാൽക്കുപ്പികളായിട്ടുള്ള ആൾക്കാർ കല്യാണം കഴിക്കാണ്ടിരിക്കുന്നത് നല്ലത്. അതായത് എന്ത് കാര്യത്തിന് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഈവൻ ഒരു നിക്കർ വാങ്ങിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അവന് സ്വന്തം തീരുമാനമില്ല. അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇയാളുടെ തീരുമാനങ്ങളിലാണ്. ഇവൻ കല്യാണം കഴിച്ച ഭാര്യ അപ്പുറത്തുണ്ട്, അയാളുമായിട്ടൊന്ന് പുറത്ത് പോകണമെങ്കിൽ പോലും പേരൻസിൻ്റെ പെർമിഷൻ ആദ്യമേ എടുക്കണം. ഈവൻ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവിടെ അമ്മായിമ്മ മരുമോള് പ്രശ്നങ്ങളെല്ലാം വീട്ടിലും ഉണ്ടാവും. ഈവൻ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ പോലും ഭാര്യയ്ക്കൊരു സപ്പോർട്ടീവ് ഫീല് കൊടുക്കാൻ അയാൾക്ക് പറ്റില്ല. അപ്പം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അയാളുടെ പാർട്ട്ണറിൻ്റെ അയാൾക്കൊരു സെക്യൂരിറ്റി ഫീൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് മറ്റേ പാർട്ട്ണറിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തിൽ ഈ പറയുന്ന പാൽക്കുപ്പികൾ ശകലം പുറകിലാണ് എന്ന് പറയേണ്ടി വരും. അവരെ പാൽക്കുപ്പികൾ എന്ന് തന്നെ പറയാം, അതിൻ്റെ അകത്ത് കുറവൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാര്യം ഒരു മെച്യൂർഡ് ഏജ് ആയതിന് ശേഷം, അല്ല എങ്കിൽ ആ ഈവൻ 22nd അല്ലെങ്കിൽ 21st ഏജിൽ പോലും നല്ല മെച്യൂർഡ് ആവുന്ന ആൾക്കാരുണ്ട്. അത് ഫിനാൻഷ്യലി മെച്യൂർഡ് ആവണം, ദെൻ ഇമോഷണലി മെച്യൂർഡ് ആവണം. ഈ 2 മെച്യൂരിറ്റിയും വന്നതിന് ശേഷം കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ല എങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നേരിടേണ്ടി വരും. ഭാര്യയും ഭർത്താവും ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. അതവിടെ കഴിഞ്ഞു, മനസ്സിലാക്കി സോറി പറഞ്ഞ് തീർത്താൽ വീണ്ടും അത് എവിടെയോ പേഴ്സണലായിട്ട് പറയുമ്പോൾ പലർക്കും അത് എന്നെക്കുറിച്ചാണല്ലോ പറയുന്നത് തോന്നും. വഴക്കടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും പണ്ട് പറഞ്ഞ കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ വീണ്ടും ഇപ്പോൾ കൊണ്ടുവരരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് അല്ല മെച്യൂരിറ്റിയുടെ അടിസ്ഥാനം. നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് എല്ലാം ചേർന്നതിന് ശേഷമാണ് ഒരാൾ മെച്യൂർഡ് ആവുന്നത്.